Hello guys, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോണത് സാംസങ് ഗാലക്സി F14. അപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊരു മാസം തോളായി. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ 14,490 സംതിങ് ആണ് ഫ്ലിപ്കാർട്ടിൽ. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫറൊക്കെ ഇടുകയാണെങ്കിൽ 13,000 ഉള്ളിൽ ഈ ഫോൺ കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു 6GB റാം ആൻഡ് 128GB വേരിയൻ്റ് ആണ്. ഇതിൽ നമുക്ക് ബേസ് വേരിയൻറ്റ് വരുന്നത് 4GB റാം ആൻഡ് 128GB സ്റ്റോറേജ് ആണ്. അപ്പോൾ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് 128GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഈ ഫോൺ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു മാസം തോളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ ഇടാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി തോന്നി ഈ പ്രൈസ് റേഞ്ചിന് എത്ര നല്ലൊരു ഫോൺ സാംസങ്ങിൻ്റെയാണ് കാണാൻ കിട്ടിയത്. അപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫോണ്, കണ്ടില്ലേ. ഇപ്പോൾ ഒരു മാസം തോളായി ഇത് സ്റ്റിക്കറൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ ഒരു ടെമ്പർ ഗ്ലാസ് ഞാൻ ഒട്ടിച്ചിട്ടില്ല. ബിക്കോസ് ഇവിടെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ്റെ നോക്കാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ സ്ക്രാച്ചസ് വലിയ വീണിട്ടോ. ഞാൻ നന്നായിട്ട് റഫായിട്ട് യൂസ് ചെയ്യുന്നത് ആളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇതുവരെ ഒരു സ്ക്രാച്ചസ് ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. ബാക്കിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഫോൺ മേടിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. എൻ്റെ പ്രീവിയസ് ഫോണായിരുന്നു സാംസങ് ഗാലക്സി M21. അതിൽ നമുക്ക് 6000 mAh ബാറ്ററി ഉണ്ടായിരുന്നു. പിന്നെ ഒരു 8 നാനോമീറ്ററിൻ്റെ പ്രൊസസ്സർ സംതിങ് ആയിരുന്നു, എക്സിനോസിൻ്റെ 9611 പ്രൊസസ്സർ. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ 5 നാനോമീറ്റർ പ്രോസസ്സറാണ്, വിച്ച് ഇസ് ബാറ്ററി എഫിഷ്യൻ പ്രോസസ്സർ ആൻഡ് 6000 mAh ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ ഈ ഫോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് ഫോണല്ല ഫോർ ദ പ്രൈസ് ഓഫ് 14,000. ബിക്കോസ് ഇത് കുറേ ഡ്രോബാക്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ വീഡിയോയിൽ. അപ്പോൾ എൻ്റെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫുൾ HD ഒരു 90 Hzൻ്റെ PLS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അപ്പോൾ PLS LCD പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ LCDയുടെ കാട്ടും കുറച്ചും കൂടി കളേഴ്സ് ബൂസ്റ്റൊക്കെ ആവും ഈ PLS LCD ഡിസ്പ്ലേയിൽ. മീൻസ് ഒരു പ്രോ വെർഷൻ ഓഫ് LCD എന്ന് പറയാം അതിന്. അപ്പോൾ ഇതിൽ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി തോന്നി. പക്ഷേ നിങ്ങൾ ആംലെറ്റ് ഫോണായിട്ട് ഇത് കമ്പയർ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫേഡഡായി തോന്നും ഇതിൻ്റെ ഡിസ്പ്ലേ. പക്ഷേ ഓവറോൾ നിങ്ങൾ കമ്പയർ ഒന്നും ചെയ്യണില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയും ഇതിൽ കാണാൻ കിട്ടുന്നത്. നമുക്കിവിടെ 4Kൻ്റെ വീഡിയോ ഒന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല ഇൻ യൂട്യൂബ്. ബിക്കോസ് ഇവിടെ പ്രൊസസ്സറിൻ്റെ റെസ്ട്രിക്ഷൻസിൻ്റെ കാരണമാണ്. പിന്നെ ഇവിടെ HDR വീഡിയോൻ്റെ സപ്പോർട്ടും ഇല്ല. പക്ഷേ വീഡിയോ ക്വാളിറ്റി കുഴപ്പമില്ല. നമുക്ക് ആംലെറ്റായിട്ട് കമ്പയർ ചെയ്യണില്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്ക് തന്നെ കാണാം കുറച്ച് നല്ല വൈബ്രൻ്റായ കളേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ സ്പീക്കർ ക്വാളിറ്റിനെ പറ്റി നോക്കാം. സ്പീക്കർ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ് ഇവിടെ കിട്ടുന്നത്. ഒരു സിംഗിൾ സ്പീക്കർ, സ്റ്റീരിയോ സ്പീക്കറല്ല. അപ്പോൾ സ്പീക്കർ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം ലൗഡാണ്. നിങ്ങൾ ചെറിയൊരു റൂമിൽ ഇരുന്നിട്ട് സീരീസോ മൂവീസോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസോ കാണുകയാണെങ്കിൽ അത്യാവശ്യം ലൗഡാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പീക്കർ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം വരില്ല. പക്ഷേ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ആ എഫക്റ്റ് നമുക്ക് ഈ ഫോണിൽ കിട്ടില്ല. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എക്സിനോസിൻ്റെ 1330 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ഓൺ 5 നാനോമീറ്റർ. അപ്പോൾ ഈ ഫോൺ നോക്കുകയെന്ന് വെച്ചാൽ 4 Gen 1 നിങ്ങൾ സ്നാപ്ഡ്രാഗൻ്റെ കേട്ടിട്ടുണ്ടാവല്ലോ, അതിൻ്റെ ആയിട്ടും പവർഫുൾ ആയ ഒരു പ്രോസസ്സറാണ്, വിച്ച് യു ക്യാൻ ഫൈൻഡ് ഓൺ Redmi Note 12. അതിൻ്റെ ആയിട്ടും പവർഫുൾ ആയ ഒരു പ്രോസസ്സറാണ്. ഇതിൻ്റെ AnTuTu Benchmark 4 lakhs മേലെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായ പ്രോസസ്സറാണ്. പിന്നെ ഇതിൽ നമുക്ക് 2 വേരിയൻറ്റ് കിട്ടുന്നുണ്ട് പറഞ്ഞല്ലോ. നമുക്ക് ഒരു 4GBയുടെ റാം വേരിയൻറ്റ് കിട്ടുന്നുണ്ട് വിത്ത് 128GB സ്റ്റോറേജ്. ആൻഡ് എൻ്റെ അടുത്തുള്ളത് 6GB റാം വേരിയൻറ്റ് 128GB സ്റ്റോറേജാണ്. അപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ നിങ്ങളൊരു ലോങ് ടേമിന് ഈ ഫോൺ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിൽ നമുക്ക് 2 ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 2 മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലോങ് ടേം യൂസ് ചെയ്യാൻ പറ്റും ഈ ഫോണ്. അപ്പോൾ ലോങ് ടേമിന് വേണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ പറയാന്ന് വെച്ചാൽ 4GB സ്കിപ്പ് ചെയ്യുക, 6GB റാമിൻ്റെ കൂടെ പോവുക. അപ്പോൾ നമുക്ക് ഒരു ഇൻ അപ്കമിങ് ഇയേഴ്സ് നമുക്ക് ഈ ഫോണിൽ അധികം ലാഗൊന്നും കാണാൻ കിട്ടില്ല കമ്പയർ ടു 4GB റാം വേരിയൻറ്റ്. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഡേ ടു ഡേ ടാസ്ക് ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ടെലിഗ്രാം ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ആപ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല ഇതിൽ. ബിക്കോസ് അത്യാവശ്യം നല്ല സ്മൂത്താണ്. പിന്നെ ഇതിൽ 90 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 90 Hzൻ്റെ റിഫ്രഷ് റേറ്റ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എക്സിനോസിൻ്റെ 1330 പ്രോസസ്സർ. അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല സ്മൂത്തായ ഒരു എക്സ്പീരിയൻസാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ ചെറിയൊരു പ്രശ്നം വന്നിരിക്കുന്നത്, ട്വിറ്റർ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ
ഇടയ്ക്ക് അത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. പിന്നെ ഒരു തവണ കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഓപ്പൺ ആവും. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. വേറെ ഒരു ആപ്ലിക്കേഷനിൽ എനിക്ക് ആ പ്രശ്നം വന്നിട്ടില്ല, പക്ഷേ ട്വിറ്ററിൽ ആ പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ ഡേ ടു ഡേ ടാസ്കിന് സോഷ്യൽ മീഡിയ ആപ്സ് ഇതിലൊക്കെ നല്ല സ്മൂത്തായി പെർഫോമാണ് ചെയ്യുന്നത്. ആദ്യമൊന്നും ലാഗ് കാണാൻ കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് ഫോൺ മേടിച്ചിട്ട് എനിക്കൊരു 2-3 തവണത്തെ ലാഗ് കാണാൻ കിട്ടിയിട്ടുള്ളൂ. അതല്ലാതെ എനിക്ക് നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇതിൽ കാണാൻ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയെന്ന് വെച്ചാൽ UFS 2.2ൻ്റെ സ്റ്റോറേജാണ്. അതുകൊണ്ട് ആപ്പ് ഓപ്പണിംഗ് ടൈമൊക്കെ അത്യാവശ്യം ഫാസ്റ്റാണ്. പിന്നെ റാം വേരിയൻറ്റ് കൊടുത്തിരിക്കുന്നത് LPDDR4X റാമാണ്. അത്യാവശ്യം റാം പെർഫോമൻസൊക്കെ മീൻസ് റാം മാനേജ്മെൻറ്റൊക്കെ അത്യാവശ്യം നല്ലതാണ് സാംസങ് ഗാലക്സി F14. ഇനി അടുത്തത് ഗെയിമിങ്. അപ്പോൾ ഗെയിമിങ്ങിന് ഈ ഫോൺ പറ്റുമോ പറ്റില്ല? അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എക്സിനോസിൻ്റെ പ്രൊസസ്സർ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഗെയിംസൊക്കെ കളിക്കാൻ പറ്റുമോ ഇല്ല എന്ന്. ഇൻ മൈ എക്സ്പീരിയൻസ് അത്ര ഹെവി ഗെയിമറൊന്നുമല്ല, അത്യാവശ്യം കാഷ്വൽ ഗെയിമറാണ്. അപ്പോൾ ഇവിടെ ഞാൻ അസ്ഫാൾട്ട് 9 കളിച്ച് നോക്കിയിട്ടുണ്ട്, ബാറ്റിൽ ഗ്രൗണ്ട് കളിച്ച് നോക്കിയിട്ടുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊരു ആവറേജ് കാഷ്വൽ ഗെയിമറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ ഒരു പ്രശ്നവും വരില്ല. 45 മിനിറ്റ്സ് വരയ്ക്കും നിങ്ങൾക്ക് ഒരു ഫ്രെയിം ഡ്രോപ്സ് ഒന്നും കാണാതെ കളിക്കാൻ പറ്റും. പക്ഷേ 45 മിനിറ്റ്സ് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് നന്നായിട്ട് ചൂടാവും. പിന്നെ നമുക്ക് നന്നായിട്ട് ഫ്രെയിം ഡ്രോപ്സ് കാണാൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ബാറ്റിൽ ഗ്രൗണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി, അസ്ഫാൾട്ട് 9 അപ്പോൾ ബ്രേക്ക് കൊടുത്തിട്ട് കളിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ നന്നായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഗെൻഷിൻ ഇമ്പാക്റ്റ് മാരത്തെ ഗ്രാഫിക് ഇൻറ്റൻസീവ് ഗെയിംസ് ഒന്നും ഇതിൽ കളിക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ലാഗായിട്ട് തോന്നി. പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടി, അസ്ഫാൾട്ട് 9, ബാറ്റിൽ ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഈ ഫോണിൽ കളിക്കാൻ പറ്റും. ഹൈ സെറ്റിങ്സിലല്ല, ഇൻ മീഡിയം സെറ്റിങ്സ്. ഓക്കെ, ഹൈ സെറ്റിങ്സിലൊക്കെ കളിക്കുകയെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്രെയിം ഡ്രോപ്സൊക്കെ കാണാൻ കിട്ടും. നിങ്ങളത്ര ഹൈ എൻഡ് ഗെയിമറാണെങ്കിൽ ഈ ഫോൺ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ അടുത്ത് നമുക്കിതിനെ നെറ്റ്വർക്ക് ക്വാളിറ്റിനെ പറ്റി നോക്കാം. നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ 13 5Gയുടെ ബാൻഡ് കിട്ടുന്നുണ്ട്, പിന്നെ 4G കിട്ടുന്നുണ്ട്. 4Gയിൽ കരിയർ എഗ്രിഗേഷൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഏരിയയിൽ 5G നെറ്റ്വർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതേ സമയത്ത് 4Gയിൽ 4G പ്ലസ് കിട്ടുന്നുണ്ട്, മീൻസ് കരിയർ എഗ്രിഗേഷൻ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡൊക്കെയാണ് എനിക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ നെറ്റ്വർക്ക് ഡ്രോപ്പിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് വോയിസ് ഫോക്കസിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ കോൾസൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് വാർണിംഗ്. അപ്പോൾ കോൾ ഡ്രോപ്സ് ഒന്നും എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. നെറ്റ്വർക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നെറ്റ്വർക്ക് വൈസ് നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റും വരാൻ പോകുന്നില്ല സാംസങ് ഗാലക്സി F14. അപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ One UI കോർ വേർഷൻ 5.1 ആണ് കിട്ടുന്നത്, Android 13. ആൻഡ് സെക്യൂരിറ്റി പാച്ച് ഇതുവരെ വേറെ മാസത്തെ വന്നിട്ടില്ല. 1 മാർച്ച് 2023 ഇവിടെ ഉള്ളത്. ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും One UI കോർ വെർഷൻ പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെർഷൻ ഓഫ് One UI ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫങ്ഷൻസൊക്കെ ഇതിൽ കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഒന്നും കിട്ടാൻ പോകില്ല കമ്പയർഡ് ടു ഫുൾ വെർഷൻ ഓഫ് One UI. പക്ഷേ പഴയ One UI കോറിൻ്റെ ആയിട്ട് കുറേ ഓപ്ഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ സെക്യൂർ ഫോൾഡർ പറഞ്ഞൊരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു സാംസങ് യൂസറാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും സെക്യൂർ ഫോൾഡർ എന്തിനുള്ളതാണെന്ന്. നമുക്ക് നമ്മുടെ ആപ്സൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതേ സമയത്ത് നമ്മുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് ഈ സെക്യൂർ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. വേറെ ആർക്കും പുറത്തത്തെ ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റില്ല. പിന്നെ അത്രയ്ക്കും സെക്യൂറാണ്. ഇപ്പോൾ നിങ്ങൾ മീൻസ് പേയ്മെൻറ്റ്സ് ആപ്പൊക്കെ ആണെങ്കിൽ ഇതിൽ ഈ സെക്യൂർ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇടുകയാണെങ്കിൽ അത്രയ്ക്കും സെക്യൂറായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പബ്ലിക് വൈഫൈയിലാണ്, പിന്നെ പബ്ലിക് വൈഫൈയിൽ ഒരു വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്യൂർ ഫോൾഡറിൽ പേയ്മെൻറ്റ് ആപ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂർ ഫോൾഡറിൻ്റെ ഉള്ളിൽ ആ വൈറസിന് കയറാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് സെക്യൂരിറ്റി ഓപ്ഷൻസൊക്കെ ഇതിൽ കാണാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്, One UI കോർ വെർഷൻ 5.1 ആയതുകൊണ്ട്. പിന്നെ കമ്പയർഡ് ടു ഫുൾ വെർഷൻ ഓഫ് One UI നമുക്ക് ഇതിൽ സ്ക്രീൻ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡിംഗ് നമുക്ക് തേർഡ് പാർട്ടി മീൻസ് പ്ലേ സ്റ്റോറിന് പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇതിൽ ഇൻബിൽട്ടായ സ്ക്രീൻ റെക്കോർഡിംഗ് ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ ഗുഡ് ലോക്കിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഗുഡ് ലോക്ക് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സാംസങ് ഗാലക്സി S21 FE ഉണ്ട്. ഞാൻ ഗുഡ് ലോക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഫോണിൽ നിങ്ങൾക്ക് ഗുഡ് ലോക്കൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല, ബിക്കോസ് ഇതൊരു കോർ വെർഷൻ ഓഫ് One UI ആണ്. പിന്നെ അടുത്ത് നമുക്കിതിൻ്റെ ക്യാമറ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റി വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി തോന്നി. ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഇത്രയ്ക്ക് നല്ലൊരു ക്യാമറ ഫോൺ കാണാൻ കിട്ടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ പൊക്കോ, റിയൽമി, ഷോമിയുടെ ഏത് ഫോൺ മേടിച്ചാലും, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി റെഡ്മി നോട്ട് 12ൻ്റെ കൂടെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കമ്പയർ ചെയ്ത് നോക്കി.
റെഡ്മി നോട്ട് 12 കാട്ടും എത്രയോ ഫാർ സുപ്പീരിയർ ക്യാമറ ക്വാളിറ്റിയാണ് സാംസങ് ഗാലക്സി F14 ബിക്കോസ് ഇവിടെ നമുക്ക് ഫോട്ടോ ഓൾറെഡി നല്ല സെൻസറാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ. അതേ സമയത്ത് ഇവിടെ സാംസങ്ങിൻ്റെ ഒരു ഓപ്റ്റിമൈസേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക് ഓപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് ഇതിൽ, ഫോട്ടോ ക്വാളിറ്റിയാണ് ഇതിൽ കാണാൻ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ സ്പെസിഫിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. സ്പെസിഫിക്കേഷൻ നോക്കാൻ വെച്ചാൽ നമുക്കിവിടെ 50 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് കിട്ടുന്നത്, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറാണ് കിട്ടുന്നത്, പിന്നെ ഒരു 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നമുക്ക് നല്ല ഇംപ്രസീവായി ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഇതിൽ അത്രയ്ക്കും നല്ലൊരു ക്യാമറ ക്വാളിറ്റി പറയാൻ പറ്റില്ല, ബിക്കോസ് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ നൈറ്റ് മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടില്ലേ, നൈറ്റ് മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് മോഡ് കൊടുത്തിട്ടും അത്രയ്ക്കും നല്ല ക്യാമറ ക്വാളിറ്റി അല്ല എനിക്ക് വെരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ തോന്നിയിരിക്കുന്നത്. പക്ഷേ ആർട്ടിഫിഷ്യൽ ലൈറ്റിലൊക്കെ നിങ്ങൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയാണ്. പിന്നെ എനിക്ക് നല്ലൊരു ഇമ്പ്രസീവായ കാര്യം തോന്നിയിരിക്കുന്നത്, നമുക്ക് എഫ് സീരീസിൽ എം സീരീസിലൊക്കെ നമുക്ക് ക്യാമറയിൽ പ്രോ മോഡിൽ ഫുൾ ഫങ്ഷൻസ് കിട്ടില്ല. പക്ഷേ നമുക്ക് ഈ എഫ് സീരീസിൽ നമുക്ക് പ്രോ മോഡിൽ നമുക്ക് ISO കൺട്രോൾ ചെയ്യുക, ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യുക, എക്സ്പോഷർ കൺട്രോൾ ചെയ്യുക, ഫോക്കസ് കൺട്രോൾ ചെയ്യുക, വൈറ്റ് ബാലൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പ്രോ മോഡ് യൂസ് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ഫോട്ടോസ് ഇതിൽ എടുക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു മെയിൻ ക്യാമറ. അപ്പോൾ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പിന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഡിസപ്പോയിൻറ്റ് ആവില്ല. അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ്. അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 20,000 എനിക്ക് പേഴ്സണലി തോന്നുന്നത് സാംസങ് ഗാലക്സി M14 F14 പിന്നെ സാംസങ് ഗാലക്സി F23 അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ്. ബാക്കി റിയൽമി, MI, ഷോമിയുടെ അങ്ങനത്തെ കുറേ ഫോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ ആയിട്ടും ഫാർ സുപ്പീരിയർ ക്യാമറ ക്വാളിറ്റിയാണ് ഈ 3 ഫോണിലേക്ക് കാണാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം. ബാറ്ററി ലൈഫ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി എനിക്ക് തോന്നി ഇതിൻ്റെ ബാറ്ററി ലൈഫ്. ഇതിൽ നമുക്ക് 6000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 6000 mAh ബാറ്ററി എക്യുപ്ഡ് വിത്ത് 5 നാനോമീറ്റർ പ്രോസസ്സർ. അപ്പോൾ അത്രയും ബാറ്ററി എഫിഷ്യൻ്റായ ഒരു പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, Exynos 1330. അപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസേജിൽ ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ ഇതേമാതിരി സാംസങ് ഗാലക്സി S21 FE യൂസ് ചെയ്യുന്നുണ്ട്. സാംസങ് ഗാലക്സി S21 FEയിൽ ഞാൻ 60 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഞാൻ ഡീപ്പ് സ്ലീപ്പിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് ഒരു 5 to 5.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ എനിക്ക് S21 FEയിൽ കിട്ടണുള്ളൂ. അതേ സമയത്ത് ഇവിടെ ഞാൻ ഫുൾ ടൈം 90 Hz റിഫ്രഷ് റേറ്റ്, ഇവിടെ ഒരു ആപ്ലിക്കേഷനും ഞാൻ ഡീപ്പ് സ്ലീപ്പിൽ കൊടുത്തിട്ടില്ല. എങ്ങനെയുണ്ടോ വൈബ്രേഷൻ മോട്ടർ ഒക്കെ ഓൺ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്കിതിൽ ഒരു 8 to 9 hours സ്ക്രീൻ ഓൺ ടൈം ഈസിലി കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ യൂസേജ് നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഗെയിംസ് കളിക്കും, ക്യാമറ യൂസ് ചെയ്യും, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും, യൂട്യൂബ് വീഡിയോസ് കാണും, മൂവീസ് കാണും, അങ്ങനത്തെ കുറേ യൂസേജാണ് എനിക്കിതിലുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ 7 o'clock ഞാൻ ഫുൾ 100% ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലെനിക്ക് രാത്രി ആകുമ്പോഴേക്കും ഒരു 25 to 35% ബാക്കി എന്തായാലും ഉണ്ടാവും. എനിക്കൊരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഫോണിനെ ബാറ്ററി കില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ആവറേജ് യൂസറാണെങ്കിൽ നിങ്ങൾക്കൊരു 2 days വർത്ത് ഓഫ് ബാറ്ററി ലൈഫ് ഈസിലി ഇതിൽ കിട്ടും. 2 days ഇല്ലെങ്കിലും 1.5 days ബാറ്ററി ലൈഫ് ഈസിലി നമുക്ക് ഇതിൽ കിട്ടും, നിങ്ങളൊരു ആവറേജ് യൂസറാണെങ്കിൽ. അപ്പോൾ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി തോന്നി, അതാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രോബാക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ നോച്ച് കണ്ടില്ലേ, ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെസൽസ് കുറച്ചധികമാണ്, ഇതൊന്നും എനിക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയിൽ അതൊരു എനിക്ക് ഡ്രോബാക്കായി തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കായിരുന്നു, പക്ഷേ സ്റ്റീരിയോ സ്പീക്കർ ഇല്ലെങ്കിലും അത്യാവശ്യം ലൗഡാണ്. പിന്നെ എന്നൊരു കാര്യമാണ് 3.5mm ജാക്കാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് സ്പീഡ് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ സാംസങ്ങിൻ്റെ 25 watt ഫാസ്റ്റ് ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് 0 to 100 2 hours ഉള്ളിൽ ഫുൾ ചാർജ് ആവും. അതേ സമയത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാന്ന് വെച്ചാൽ 2.5 hours അല്ലെങ്കിൽ 3 hours പിടിക്കും ഇത് ഫുൾ ചാർജായി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ചെറിയൊരു ഡ്രോബാക്ക് എനിക്ക് ഈ ഫോണിനുള്ളൂ.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയിട്ടില്ല സ്ലോ ചാർജിങ് ആയതുകൊണ്ട്, ബിക്കോസ് ഒരു ദിവസം ഫുൾ ബാറ്ററി ലൈഫ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് ചാർജ് ചെയ്ത് വെച്ചാൽ മതി, പിറ്റേ ദിവസം ഫുള്ള് യൂസ് ചെയ്യുക, പിന്നെ പിറ്റേ ദിവസം രാത്രി ഫുൾ മീൻസ് ചാർജിൽ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ചാർജിങ് സ്പീഡൊന്നും എനിക്ക് അത്ര വലിയ മാറ്ററായി തോന്നുന്നില്ല, രാത്രി കിടക്കുന്ന സമയത്ത് ഇത് ചാർജ് ചെയ്താൽ മതി. അപ്പോൾ ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ഈ പ്രൈസ് റേഞ്ചിൽ. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി ആംലെഡിൻ്റെ മാതിരിയില്ല, പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു കംപ്ലൈൻറ്റും കാണാൻ പറ്റില്ല, ബിക്കോസ് LCD ഡിസ്പ്ലേൻ്റെ കാട്ടും കുറച്ചുകൂടി നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, PLS LCD ഡിസ്പ്ലേ. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഇതിൻ്റെ പ്രൊസസ്സർ. പിന്നെ ഗെയിംസൊക്കെ കാഷ്വൽ ഗെയിമിങ്ങൊക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. പിന്നെ ബേസ് സ്റ്റോറേജിന് 128 GB സ്റ്റോറേജാണ് വരുന്നത്. പിന്നെ 2 years ഓഫ് മേജർ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാൻ പോകുന്നുണ്ട്, 4 years ഓഫ് സെക്യൂരിറ്റി പാച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ എനിക്കൊരു വാല്യൂ ഫോർ മണി ആയിട്ടാണ് ഈ ഫോൺ തോന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ, പിന്നെ ഈ വീഡിയോയിൽ മീൻസ് F14 പറ്റി വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ അതിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്